ഹലോ, ഇന്നൊരു നൂഡിൽസ് ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്നതിനെക്കാട്ട് ഇത് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം ഒരു പാന് വെച്ചിട്ട് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നൂഡിൽസ് ചെറുതാക്കി നുറുക്കിയതിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നൂഡിൽസിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി വേവാക്കി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ ഒന്ന് വെന്ത് കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് സവാള ചെറുതാക്കി നുറുക്കിയത്, കുറച്ച് ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, കുറച്ച് തക്കാളി, ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഉപ്പിന് പകരം ഇട്ട് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്. ഇനി നമ്മുടെ നൂഡിൽസിലെ ഉപ്പ് ആ ഒരു മസാല ഇല്ലേ, അത് തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, അതായാലും മതി. വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് മസാലകൾ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മല്ലിയില കൂടെ മുകളിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡോണറ്റിനുള്ള മസാല, നൂഡിൽസ് മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് തീ ഓഫ് ചെയ്ത് വെക്കുക. മസാലയൊക്കെ ഒന്ന് ചൂടാറായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മസാല ചെറിയ ഉരുളാക്കി എടുത്തിട്ട് നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇനി ഇത് മുക്കി പൊരിക്കാനായിട്ട് ഒരു പാത്രത്തിൽ 2-3 ടേബിൾ സ്പൂണ് മൈദ, അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുക. അതിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഈ നൂഡിൽസ് ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിൾ റെസിപ്പി അല്ലേ ഇത്. മസാലയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് മൈദയുടെ കോട്ടിങ്ങിൽ മുക്കിയിട്ട് വറുത്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.